ഒടുവിൽ അമേരിക്കയും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ഗംഭീരമാണ് എന്ന നിലപാടിലെത്തിയിരിക്കുകയാണ്. അമേരിക്ക ഇത് പരസ്യമായി പറയുകയാണ്. അതായത് ഇന്ത്യ എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് എന്നതിനെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടത്തേണ്ടി വരും എന്നാണ് അമേരിക്കയുടെ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ തറപറ്റിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ അത് നമ്മൾ വില കുറച്ച് കാണേണ്ട ആയുധങ്ങളല്ല. ഈ ആയുധങ്ങളെ എങ്ങനെയാണ് ഇന്ത്യയുടെ ശക്തി തറപറ്റിച്ചത് എന്നുള്ള ചോദ്യത്തിന് അമേരിക്ക വലിയ രീതിയിൽ അന്താളിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിൽ ശക്തി മാത്രം പോരാ, ആയുധങ്ങൾ മാത്രം പോരാ, കുറച്ച് ബുദ്ധി കൂടെ ഇന്ത്യ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് അമേരിക്കയുടെ നിലവിലത്തെ നിഗമനം എന്ന് പറയുന്നത്. US F-16 പൈലറ്റിൻ്റെ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഒരു 30 കിലോ ഉള്ള ഒരു ഡിവൈസ്, ആ 30 കിലോ ഉള്ള ഒരു ഡിവൈസാണ് പാകിസ്ഥാനെ സമ്പൂർണ്ണമായി മണ്ടന്മാരാക്കിയിരിക്കുന്നത് എന്നാണ് അമേരിക്കയുടെ പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. ഈ സമ്പൂർണ്ണമായി പാകിസ്ഥാനെ മണ്ടന്മാരാക്കി ഈ 30 കിലോ ഡിവൈസ് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. റഫേൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫൈറ്റർ ജെറ്റിനെ പാകിസ്ഥാൻ തകർത്ത് തരിപ്പണമാക്കിയെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ 30 കിലോ ഉള്ള ഒരു ഡിവൈസാണ്. ഇന്ത്യൻ എയർഫോഴ്സ് AI ഉപയോഗിച്ചാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു. റഫേൽ ജെറ്റ് AI പവേർഡ് ആയിട്ടുള്ള എക്സ് ഗാർഡ് എന്ന് പറയുന്ന ഈ ഡിവൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എക്സ് ഗാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റഫേൽ ജെറ്റുകളെ ഇതിന് മിമിക്ക് ചെയ്യാൻ സാധിക്കും. അതായത് റഫേൽ ജെറ്റുകളെ പോലെയുള്ള അതേ സമാനമായിട്ടുള്ള സിഗ്നലുകൾ താഴെ ഇരിക്കുന്ന സിഗ്നൽ കണ്ടുപിടിക്കാനിരിക്കുന്ന പല യന്ത്രങ്ങൾക്കും കൊടുത്ത് ഇതൊരു റഫേൽ ജെറ്റാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കാനായി സാധിക്കും. അങ്ങനെ അവർക്ക് മിസൈലുകൾ തൊടുത്തുവിടാനും ഈ ഡിവൈസ് തകർക്കാനും സാധിക്കും. എന്നാൽ റഫേൽ മറ്റൊരു ഭാഗത്തൂടെ പറന്ന് ലക്ഷ്യം കാണുകയും ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ബാഹുബലി സിനിമയിലൊക്കെ ബാഹുബലി ഫസ്റ്റിൽ സെക്കൻഡ് ഹാഫിൽ കാലകയന്മാർ എന്ന് പറഞ്ഞൊരു ടീം വരും. അങ്ങനെ ഒരു ടീം വരുമ്പോൾ ഇവരെ എങ്ങനെ കീഴ്പ്പെടുത്തണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് ഒരു യുദ്ധതന്ത്രം ബാഹുബലി മുന്നിലേക്ക് വെക്കും. അത് തൃശൂല വ്യൂഹമാണ്. തൃശൂല വ്യൂഹം എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്ത് ഒരു സൈന്യം മുന്നിലേക്ക് കയറുമ്പോൾ തൃശൂലത്തിൻ്റെ മാതൃകയിൽ രണ്ട് സൈഡിൽ നിന്നും രണ്ട് സൈന്യം അറ്റാക്ക് ചെയ്ത് തലവൻ്റെ അടുത്തെത്താനുള്ള നീക്കമാണ്. കാണുന്ന പ്രതിയോഗിക്ക് മുമ്പിൽ നിന്നുള്ള സൈന്യം മാത്രമാണ് ഉള്ളതെന്ന് തോന്നും. എന്നാൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വരുന്ന സൈന്യത്തെ അവർ ശ്രദ്ധിക്കുന്ന പോലുമില്ല. സമാനമായിട്ടുള്ള ഒരു യുദ്ധതന്ത്രം, അതായത് റഫേൽ പോലെ ഇരിക്കുന്ന ഒരു 30 kg ഡിവൈസ്, എക്സ് ഗാർഡ് എന്നാണ് അതിൻ്റെ പേര്, AI പവേർഡ് ആയിട്ടുള്ള ഇത് റഫേലിൻ്റെ സമാനമായിട്ടുള്ള കൃത്യമായിട്ടുള്ള സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്നു. ഇത് റഫേലാണെന്ന് പറഞ്ഞ് താഴെ നിന്ന് മിസൈൽ തൊടുത്തുവിടുന്നു. എന്നാൽ റഫേൽ കൃത്യമായി ലക്ഷ്യം കാണുകയും ചെയ്യും. ഇതാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഇറ്റ് ജാംസ് എനിമീസ് റഡാർ ബൈ മിമിക്കിംഗ് ദ റഫാൽ സിഗ്നൽസ് ആൻഡ് കൺഫ്യൂസിംഗ് മിസൈൽസ് എന്നാണ് പറയുന്നത്. എനിമികളുടെ സിഗ്നലുകളെയും എനിമികളുടെ റഡാറുകളെയും കൺഫ്യൂസ് ചെയ്തുകൊണ്ട് ഈ എക്സ് ഗാർഡ് കൃത്യമായി പ്രവർത്തിക്കുന്നു. US പൈലറ്റ്, അതായത് F-16 US പൈലറ്റ് പറയുന്നത് ബെസ്റ്റ് ട്രിക്ക് ഐ ഹവ് എവർ സീൻ എന്നാണ്. അതായത് ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള ട്രിക്കാണ് ഇന്ത്യ പ്രയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ കൃത്യമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നെന്ന് അമേരിക്കയും സമ്മതിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.